ഹായ് മക്കളെ, അബ്ദുള്ള സാറാണ്. എല്ലാവരും സെറ്റ് ആയിരിക്കാണ് അല്ലെ? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ചെടുക്കാണ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമിനേഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു വീഡിയോ മക്കൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എന്ത് ചെയ്യുക, എനാബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മളത് പഠിച്ചെടുക്കാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെ, എന്താണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, സൽത്തനറ്റ് കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത പുതിയ ശൈലിയിലുള്ള വാസ്തുവിദ്യയെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ സൽത്തനറ്റ് പീരീഡ് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സൽത്തനത്ത് പീരീഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലെ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് നിർമ്മിതി എന്ന് പറയുന്നത് ഏത് തന്നെയാണ് മക്കളെ? കുത്തബ് മിനാർ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു സ്റ്റൈൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ നിർമ്മിതി എന്ന് പറയുന്നത് ഏതാണ്? കുത്തബ് മിനാർ ആണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, ദ കുത്തബ് മിനാർ വാസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ദിസ് സ്റ്റൈൽ. ഈ ഒരു സ്റ്റൈലിൽ രൂപീകരിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ബിൽഡിംഗ് ഏതാണ്? കുത്തബ് മിനാർ ആണ്. അത് ആരാണ് നിർമ്മിച്ചിട്ടുള്ളത്? യെസ്, ഇതിന്റെ ആരംഭം നമുക്ക് കാണാൻ പറ്റുന്നത് കുത്തബുദ്ദീൻ ഐബക്ക് ആണ് ഈ ഒരു ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷന്റെ ആരംഭത്തിലുള്ളത് അല്ലെ? നമ്മളോട് പറയുന്നത്, ദ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ വാസ് started during the reign of Qutbuddin Aibak, the founder of Sultanate. സൽത്തനേറ്റിന്റെ സ്ഥാപകനായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് ആണ് എന്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? കുത്തബ് മിനാറിന്റെ തുടക്കത്തിന്റെ അല്ലെങ്കിൽ കുത്തബ് മിനാർ നിർമ്മിക്കുന്നതിന്റെ തുടക്കത്തിൽ ഭരിച്ചിരുന്നത് എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലേറ്റർ ഇൽതുമിഷ് കംപ്ലീറ്റഡ് ദ കൺസ്ട്രക്ഷൻ. അപ്പൊ പിന്നീട് ഇൽതുമിഷിന്റെ സമയത്താണ്, റെയിനിലാണ് അല്ലെങ്കിൽ ഇൽതുമിഷിന്റെ പീരീഡ് ആണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ഒക്കെ പറയാൻ പറ്റണം. നമ്മൾ 3 പോയിന്റ്സ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയിലുള്ള ആദ്യത്തെ നിർമ്മിതി കുത്തബ് മിനാർ ആണ്. അത് നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ്. അത് അവസാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, പൂർത്തീകരിക്കുന്നത് ഇൽതുമിഷിന്റെ കാലഘട്ടത്തിലാണ്. കുത്തബുദ്ദീൻ ഐബക്ക് സൽത്തനറ്റിന്റെ സ്ഥാപകൻ കൂടിയാണ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിച്ചു പോകണം. പിന്നെ നമ്മളിവിടെ പറയുന്നുണ്ട് ഇതിന്റെ ഫീച്ചർ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കുത്തബ് മിനാറിന്റെ സവിശേഷത എന്താണ്? യെസ്, നമ്മളിവിടെ പറയുന്നുണ്ട്, ഉയരമുള്ള ഗോപുരവും അതുപോലെ തന്നെ ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും എന്തിൽ കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് കുത്തബ് മിനാറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താ പറയാ, ടാൾ ടവർ ആൻഡ് ബാൽക്കണീസ് പ്രൊജക്ടിങ് ഫ്രം ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫീച്ചർ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? യെസ്, നമ്മളെ വലിയ ഉയരമുള്ള എന്തുണ്ട്, ഗോപുരമുണ്ട്, അതുപോലെ തന്നെ തള്ളി നിൽക്കുന്ന ബാൽക്കണിയും ഇതിന്റെ സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത നിർമ്മിതി ഏതാണ് നോക്കണം അല്ലെ? ഇതേ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതേ ഒരു പീരീഡ് ഇതേ ഒരു സ്റ്റൈൽ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു കൺസ്ട്രക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്താണ്? ഹുമയൂൺസ് ടോംബ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, യെസ്, ഹുമയൂണിന്റെ ശവകുടീരമാണ് നമ്മള് പറയുന്നത്. അപ്പൊ ഇത് ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഹുമയൂൺ ടോംബ്സ് അല്ലെങ്കിൽ ഹുമയൂണിന്റെ ശവകുടീരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, മനോഹരമായ പൂന്തോട്ടത്തിന് മധ്യയായിട്ടാണ്, ഒരു ബ്യൂട്ടിഫുൾ ഗാർഡന് സെൻട്രൽ ആയിട്ടാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഹുമയൂൺസ് ടോംബ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് അതുപോലെ തന്നെ മാർബിളും കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഈ ഒരു ടോംബ് നിർമ്മിച്ചിട്ടുള്ളത്, ഈ ഒരു ശവകുടീരം നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട്, ഇതിന്റെ എന്താ പറയാ, ഈ ഒരു നിർമ്മിതിയാണ് താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയായത് ഹുമയൂൺസ് ടോംബ് ആണ് എന്നത് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ കുത്തബ് മിനാർ പറഞ്ഞു. ദെൻ രണ്ടാമത് നമ്മൾ എങ്ങോട്ടേക്ക് പോയി? യെസ്, ഹുമയൂൺ ടോംബ്സിലേക്ക് പോയി, ഹുമയൂണിന്റെ ശവകുടീരത്തിലേക്ക് വന്നു. അപ്പൊ താജ്മഹലിന്റെ നിർമ്മാണത്തിന് കൂടി ഇത് പ്രേരകമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ടുണ്ട് എന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെ എന്താണ്? ഹുമയൂൺ ടോംബാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തിന് മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിന് മധ്യയായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ഗാർഡൻ സെൻട്രൽ ആയിട്ടാണ്. ദെൻ റെഡ് സാൻഡ് സ്റ്റോണും അതുപോലെ തന്നെ മാർബിളും കൊണ്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ,
താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയായിട്ടുള്ളതാണ് ഹുമയൂൺ ടോംസിന്റെ ആ ഒരു നിർമ്മാണ രീതികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അടുത്ത ഒബ്വിയസ്ലി എന്ത് തന്നെയാണ് മക്കൾ കാത്തിരിക്കുന്നത്? യെസ്, നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന താജ്മഹൽ തന്നെയാണ്. അപ്പൊ താജ്മഹൽ എവിടെയാണ്? ആഗ്രയിലാണ് അല്ലെ. കൺസ്ട്രക്റ്റഡ് ബൈ ഷാജഹാൻ ഇൻ മെമ്മറി ഓഫ് ഹിസ് വൈഫ് മുംതാസ് മഹൽ. അപ്പൊ ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇറ്റ്സ് ഇന്തോ ഇസ്ലാമിക് സ്റ്റൈലിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? യെസ്, താജ്മഹൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ലെന്നും കൂടി അവിടെ തന്നിട്ടുണ്ട് അല്ലെ. എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നുണ്ട്. എന്താണ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈറ്റ് മാർബിൾസ് വാസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. എന്താ പറയാ, വെള്ള മാർബിൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 3 കൺസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാർ ലാസ്റ്റ് എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് ഒന്ന് പറയാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യെസ്, കുത്തബ് മിനാർ പറഞ്ഞു, ഹുമയൂൺ ടോംസ് പറഞ്ഞു, താജ്മഹലിലേക്ക് നമ്മൾ എത്തി. 3 കൺസ്ട്രക്ഷൻസ് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയുമുണ്ട് കൺസ്ട്രക്ഷൻസ് അല്ലെ, ഇനിയുമുണ്ട് നിർമ്മിതികൾ. അടുത്ത മക്കൾക്ക് എല്ലാവർക്കും പിക്ചർ കാണുമ്പോൾ തന്നെ സംഭവം എന്താണെന്നുള്ളത് പിടികിട്ടി കഴിഞ്ഞു അല്ലെ. യെസ്, അത് തന്നെയാണ്. എന്താണ്? യെസ്, റെഡ് ഫോർട്ട് അല്ലെ. അപ്പൊ റെഡ് ഫോർട്ടിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർട്ട് ബിൽഡ് ഡ്യൂറിംഗ് മുഗൾ പീരീഡ് ബിൽഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കൺസ്ട്രക്ഷൻ ആണ് റെഡ് ഫോർട്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ചെങ്കോട്ട നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ ഫോർട്ട് ഈസ് മെയ്ഡ് എൻറ്റയർലി റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ടോട്ടലി മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റെഡ് ഫോർട്ട് എന്നുള്ള പേരും കൂടി അതിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ റെഡ് ഫോർട്ട് ആണ് മറ്റൊരു നിർമ്മിതി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ 4 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും നിർമ്മിതിയുടെ പേരാണ് എഴുതാൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കുറെ ഉണ്ട് അല്ലെ. അതിൽ ഏത് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം. പക്ഷെ അത് ഓർഡറിൽ ചോദിക്കുകയാണെങ്കിൽ, ഈ ഫീച്ചർ തന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഏത് നിർമ്മിതി എന്ന് ചോദിക്കും മക്കൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതിന്റെ ഓരോന്നിനും ഫീച്ചേഴ്സ് സാർ പറഞ്ഞത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ആരുടെ ഓർമ്മയ്ക്കാണ് അല്ലെങ്കിൽ ആരുടെ പ്രത്യേകതയോട് കൂടിയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ച് പോകണം. അപ്പൊ നമ്മൾ റെഡ് ഫോർട്ടും കൂടി പറഞ്ഞു അല്ലെ. ദെൻ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഡൽഹിയിലുള്ള ജുമാ മസ്ജിദ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? യെസ്, മാർബിളും ചുവന്ന കല്ലുകളും കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഡൽഹി ജുമാ മസ്ജിദ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാർബിൾ ആൻഡ് റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഡൽഹി ജുമാ മസ്ജിദ് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ കുറെ എക്സാമ്പിൾസ് ആയി അല്ലെ, 5 എക്സാമ്പിൾസ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലുള്ള 5 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുമുണ്ട് മക്കളെ, ഇനിയുമുണ്ട് എക്സാമ്പിൾസ്. ഒന്നിലധികം എക്സാമ്പിൾസ് നമുക്ക് ഇനിയും കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ബാമിനി സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഗോൾ ഗുംബസും അതുപോലെ തന്നെ ചാർമിനാറും നമുക്ക് ഹൈദരാബാദിലുള്ള ചാർമിനാറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലുള്ള നിർമ്മിതികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്താണെന്നുള്ളതും അതിന്റെ നിർമ്മിതികൾ, ആ ഒരു സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻസ് നിർമ്മിതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു പോയത്. മക്കളെല്ലാവരും ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ച എല്ലാം അതിലേതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിർമ്മിതിയുടെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. അതേതുമാവട്ടെ. അപ്പൊ കുത്തബ് മിനാർ മുതൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചാർമിനാർ വരെയുള്ള ഈ ഓരോ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലുള്ള ഓരോ കൺസ്ട്രക്ഷന്റെയും ഫീച്ചേഴ്സ് ആർ പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിർമ്മിതിയുടെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം മക്കളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സെറ്റായി നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അതും എവിടെ കമന്റ് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാ? സാർ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാർ ഞങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണോ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മക്കളുണ്ടാവും അല്ലെ. അവർക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഓടിപ്പോയി ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ. ബൈ.